നേതാക്കളുടെ കൂട്ടായ്മ, അന്തർജന സഭ, വിചാരസത്രം ഗ്രൂപ്പിലെ അംഗങ്ങൾ സംയുക്തമായി 30 ദിവസങ്ങളായി നടത്തുന്ന ഈ ദേവി ഭാഗവതം സംസ്കൃത മൂലഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണ പ്രതിദിന പരമ്പരയുടെ 22ാം ദിവസമായ ഇന്ന് സ്കന്ധം 9 ആസ്പദമാക്കി ഇന്നലെ ആരംഭിച്ച അന്തർജന സഭയുടെ നേതൃത്വത്തിൽ ഇന്നലെ ആരംഭിച്ച ശൈലജ മാഥൂർ 1 മുതൽ 10 വരെയുള്ള അധ്യായം നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇന്ന് പ്രഭാഷണത്തിനായി എത്തിയിരിക്കുന്നത് സരിത അയ്യറാണ്. അപ്പോൾ അന്തർജന സഭയ്ക്ക് വേണ്ടി ഈ സത്സംഗ പ്ലാറ്റ്ഫോം സമർപ്പിക്കുകയാണ്. സാന്ദ്ര കരോളിനെ ഇതിന്റെ കോർഡിനേഷനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അഖില കേരള തന്ത്രി സമാജവും TVSRCയും കൂടി സംഘടിപ്പിക്കുന്ന ഈ ദേവി ഭാഗവത സംസ്കൃത മൂലഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഓൺലൈൻ പ്രഭാഷണത്തിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമുക്കൊരു പ്രാർത്ഥനയോട് കൂടി തന്നെ ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായി ആര്യ ഒറോഴിയം, ആര്യയെ സ്വാഗതം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സ്വാഗത പ്രസംഗത്തിനായി ശ്രീകല മധു കാവിൽമനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. വൈശാഖ മാസ ആചരണത്തിന്റെ ഭാഗമായി അഖില കേരള തന്ത്രി സമാജം ഉത്തര മേഖലയുടെ ആഭിമുഖ്യത്തിൽ അന്തർജന സഭ ഏകോപിപ്പിച്ച് നടത്തുന്ന ഈ ദേവി ഭാഗവത ഓൺലൈൻ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാവരെയും വിനയപുരസ്സരം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദേവി ഭാഗവതം സംസ്കൃത ഗ്രന്ഥത്തെ ആസ്പദമാക്കി നടത്തുന്ന ഈ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് ദേവി ഭാഗവതം സ്കന്ധം 9 അധ്യായം 11 മുതൽ 20 വരെയുള്ള ഭാഗങ്ങളാണ് ഇവിടെ അനുസ്മരിക്കുന്നത്. അതിനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഏറ്റുമാനൂരപ്പൻ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറായ ശ്രീമതി സരിത അയ്യരാണ്. ആധ്യാത്മിക സാംസ്കാരിക പ്രഭാഷണ വേദികളിലൊക്കെ നിറസാന്നിധ്യമായ സരിത നമുക്ക് എല്ലാവർക്കും സുപരിചിതയാണ്. എന്നിരിക്കലും ഔദ്യോഗികമായി ഈ വേദിയിൽ ഞാൻ സരിതയെ ഒന്ന് പരിചയപ്പെടുത്താം. ഏറ്റുമാനൂരാണ് സ്വദേശം. ഏറ്റുമാനൂരപ്പൻ കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറായി 24 വർഷമായി ജോലി ചെയ്യുന്നു. മാനേജ്മെന്റ് സയൻസിലും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലും ബിരുദാനന്തര ബിരുദം. ഭാരതീദാസൻ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്നു. ശ്രീ സത്യസായി ഓർഗനൈസേഷനിൽ ശ്രീ സത്യസായി വിദ്യാവാഹിനി പ്രോജക്റ്റിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററും എഡ്യൂക്കേഷൻ ഇൻ ഹ്യൂമൻ വാല്യൂസ് പ്രോഗ്രാമിന്റെ ജില്ലാ കോർഡിനേറ്ററുമായി പ്രവർത്തിച്ചിട്ടുണ്ട് സരിത. കൂടാതെ ജനം TV, സൂര്യ TV, മനോരമ തുടങ്ങിയ മാധ്യമങ്ങളിൽ ആധ്യാത്മിക പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്. സരിത ഇതുപോലെ തന്നെ ലേഖനങ്ങളും പ്രസിദ്ധീകരിക്കാറുണ്ട്. ആധ്യാത്മിക പ്രഭാഷണങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിനുള്ള ക്ലാസുകളും ട്രെയിനിങ് പ്രോഗ്രാമുകളും മാനേജ്മെന്റ് സംബന്ധമായ ക്ലാസുകളും എടുക്കാറുണ്ട്.
വ്യക്തിപരമായി എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും തരുന്ന ഒരു കാര്യമാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സരിതയെ ഈ വേദിയിൽ പരിചയപ്പെടുത്താൻ എനിക്ക് അവസരം ലഭിച്ചത്. അതിനായി എൻ്റെ പ്രിയപ്പെട്ട വത്സലയെടുത്തിയുടെ പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുന്നു. മേൽപ്പറഞ്ഞ വിശേഷണങ്ങൾക്ക് എല്ലാം ഉപരിയായി ഭഗവത് കഥകൾ പറയാനുള്ള സരിതയുടെ വ്യഗ്രതയും അതിലുള്ള ശ്രദ്ധയും സമർപ്പണ ഭാവവും ഒക്കെ ഇവിടെ എടുത്തു പറയേണ്ടതാണ്. ഭഗവാന്റെ കഥകൾ പറയാൻ എവിടെ വിളിച്ചാലും യാതൊരു മടിയുമില്ലാതെ സരിത അത് ഏറ്റെടുക്കും. ചിലപ്പോഴൊക്കെ എനിക്ക് വളരെ ആശ്ചര്യം തോന്നാറുണ്ട്. ഒരു ദിവസം തിരുവനന്തപുരത്താണെങ്കിൽ അടുത്ത ദിവസം കാസർഗോഡായിരിക്കും. ദൂരം, സമയം, കിട്ടുന്ന പ്രതിഫലം ഒന്നും സരിതയ്ക്ക് ഒരു വിഷയമേ അല്ല. പ്രായമായ മാതാപിതാക്കളും 2 പെൺകുട്ടികളും ഉൾപ്പെടുന്ന കുടുംബം വളരെ നന്നായി സരിത ഇതിന്റെ ഒപ്പം നടത്തിക്കൊണ്ടു പോകുന്നു. ഭഗവാന്റെയും ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും എല്ലാം അനുഗ്രഹം സരിതയ്ക്ക് വേണ്ടുവോളമുണ്ട്. അത് എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് സ്നേഹത്തോടെ സരിതയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുട്ടി എന്ന് വിളിക്കുന്ന ശ്രീകല. സത്യം പറഞ്ഞാൽ എന്നെ സ്വാഗതം ചെയ്യുന്നത് ഞാൻ കുറച്ച് കൗതുകത്തോടു കൂടിയാണ് നോക്കിയിരുന്നത്. കാരണം ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ ഫോൺ വിളിച്ച് എപ്പോഴും സംസാരിക്കുന്ന സുഹൃത്തുക്കളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീകുട്ടി എന്നെ കുറിച്ച് പറയുമ്പോൾ അത് കേൾക്കുന്നതിന് നല്ലൊരു കൗതുകം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും നന്ദി. കുറേ ദിവസങ്ങളായിട്ട് ശ്രീമദ് ദേവി ഭാഗവതം നിങ്ങൾ അനുസ്മരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് നമ്മൾ 9ാമത്തെ സ്കന്ധത്തിൽ 11ാമത്തെ അധ്യായം തൊട്ട് 20ാമത്തെ അധ്യായം വരെയാണ് അനുസ്മരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു പക്ഷേ നിങ്ങൾ ദേവി ഭാഗവതം തുടങ്ങിയപ്പോൾ ആമുഖമായിട്ട് വന്ന പരാമർശിക്കപ്പെട്ട കാര്യങ്ങളിൽ ഈ പുരാണം എങ്ങനെയായിരിക്കണമെന്നൊക്കെ ആചാര്യന്മാർ പറഞ്ഞിരിക്കാം. എങ്കിലും ഒരു വിഷയത്തിലേക്കുള്ള ഒരു പ്രവേശനം എന്നുള്ള രീതിയിൽ അത് മാത്രം ഒന്ന് അനുസ്മരിച്ചിട്ട് നമുക്ക് കഥകളിലേക്ക് പോകാം. ഏറ്റവും പ്രധാനമായിട്ട് ദേവി ഭാഗവതം ഒരു പുരാണമാണ്. നമുക്കറിയാം പുരാണങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ഈ പുരാണം വായിക്കുമ്പോൾ വളരെയധികം അതിശയോക്തി ഉള്ളതായിട്ട് തോന്നാം. പലതും ഇതൊക്കെ സത്യമാണോ, ഇങ്ങനെയൊക്കെ നടക്കുമോ, പെരുപ്പിച്ച് കാണിച്ചതൊക്കെ ആയിട്ട് നമുക്ക് തോന്നും. യാഥാർത്ഥ്യ ബോധമുള്ളതാണോ എന്നൊക്കെ നമുക്കൊരു സംശയം തോന്നാം. അപ്പോൾ നമ്മളോട് പൊതുവെ ആചാര്യന്മാര് പറയാറുണ്ട്, വേദത്തിനെ അടിസ്ഥാനമാക്കി മാത്രമേ പുരാണത്തെയും ഇതിഹാസത്തെയും വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ. അതിന് കാരണം വേദത്തിന്റെ വിവരണമാണ്, വ്യാഖ്യാനമാണ് പുരാണവും ഇതിഹാസവും. വേദം വളരെ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ വേദത്തിലെ ഒരു ആശയം, ഞാൻ സ്ഥിരമായി പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. വേദത്തില് നമ്മളോട് സത്യം വദ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സംശയം തോന്നാം, എത്രമാത്രം സത്യം പറയാം, എത്രമാത്രം സത്യവാനായിരിക്കണം എന്നൊക്കെ സംശയമുണ്ട്. ഇതിനെ നമുക്ക് മനസ്സിലാക്കി തരാനായി സ്കന്ദപുരാണത്തില് 50 അധ്യായങ്ങളെ കൊണ്ട് ഹരിശ്ചന്ദ്ര ചരിതം പറഞ്ഞു തന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, വേദത്തിലെ ഒരു ചെറിയ ഒരു വരി അല്ലെങ്കിൽ ഒരു ആശയം ചെറുതാണെന്നല്ല, അതിൻ്റെ ആ വരി വളരെ ചെറുതാണല്ലോ, സത്യം വദ. പക്ഷെ അത് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് 50 അധ്യായങ്ങളിൽ ഹരിശ്ചന്ദ്ര ചരിതം പറഞ്ഞു. ഹരിശ്ചന്ദ്ര ചരിതം പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, ഭഗവാനെ ദൈവമേ എത്രത്തോളം സത്യവാനായിരിക്കണമെന്ന്. അപ്പോൾ വേദം അതിൻ്റെ ആശയങ്ങളെ വളരെ ഫലപ്രദമായിട്ട് വികസിപ്പിച്ചെടുക്കുമ്പോൾ കിട്ടുന്നതാണ് പുരാണം അല്ലെങ്കിൽ ഇതിഹാസം. അതുകൊണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തി തത്വത്തിൽ അധിഷ്ഠിതമായി മാത്രമേ പുരാണങ്ങളെ വ്യാഖ്യാനിക്കാവൂ എന്ന് ആചാര്യന്മാര് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ നമ്മളിവിടെ പറഞ്ഞു പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് തത്വം പറയുന്നതും വ്യാഖ്യാനവും ആവശ്യമായിട്ട് വരുന്നുണ്ട്. പക്ഷെ അത്രമാത്രം എലാബറേറ്റ് ആയിട്ടുള്ള ഒരു വിവരണത്തിന് നമുക്കിവിടെ സമയമില്ല. കാരണം 10 അധ്യായമുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ചില സ്ഥലങ്ങളിൽ ഒന്ന് വ്യാഖ്യാനിക്കുക, ബാക്കി സ്ഥലങ്ങളിൽ നമ്മൾ 10 അധ്യായത്തിന്റെ കഥ പറഞ്ഞു പോവുക, പിന്നീട് നിങ്ങൾ അതിനെ ഇരുന്ന് മനനം ചെയ്യുക,
മനനം ചെയ്യുമ്പോൾ ഉള്ളിൽ തന്നെ ഇവയൊക്കെ വെളിപ്പെട്ട് വരും ഓരോന്നായിട്ട്. ഈ ഒരു രീതിയായിരിക്കും നമുക്ക് സ്വീകരിക്കാൻ ഉചിതം. ഇവിടെ 11-ാം അധ്യായം ഗ്രന്ഥം